ശിവരാത്രി ഐതിഹ്യവും വ്രതനിഷ്ഠയും. ഹിന്ദു പുരാണമനുസരിച്ച് ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആഘോഷങ്ങളിലൊന്നാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത്. ശിവഭക്തർക്ക് അത്യന്തം പ്രാധാന്യമുള്ള ഈ ദിവസത്തിൽ വ്രതശുദ്ധിയോടെ ഉപവാസമനുഷ്ഠിക്കുന്നതും കൂവളത്തിന്റെ ഇലകൾ അർപ്പിച്ചുകൊണ്ട് പൂജകൾ നടത്തുന്നതും ഉറക്കമൊഴിച്ച് ജാഗരണം പാലിക്കുന്നതുമാണ് പ്രധാന ആചാരങ്ങൾ. ശിവരാത്രിയുടെ ഐതിഹ്യം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ക്ഷീരസമുദ്ര മഥനവുമായി ബന്ധപ്പെട്ടതാണ്. ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം ദേവന്മാർക്ക് ജരാനര ബാധിക്കുകയും അതിൽ നിന്ന് മോചനം നേടുന്നതിനും അമരത്വം ലഭിക്കുന്നതിനുമായി പാലാഴി കടഞ്ഞ് അമൃതം ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാരെ ഉപദേശിച്ചു. തുടർന്ന് അസുരന്മാരുടെ സഹായത്തോടെ ദേവന്മാർ പാലാഴി കടയുവാൻ തീരുമാനിച്ചു. അസുരന്മാരുടെയും ലക്ഷ്യം അമൃതം തന്നെയായിരുന്നു. മന്ദരപർവ്വതത്തെ കടക്കോലായും സാക്ഷാൽ സർപ്പശ്രേഷ്ഠനായ വാസുകിയെ കയറായും എടുത്തുകൊണ്ട് ദേവാസുരന്മാർ പാലാഴി മഥനം ആരംഭിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ മന്ദരപർവ്വതം സമുദ്രത്തിൽ താഴ്ന്നുപോകാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ വിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് ആ പർവ്വതത്തെ തന്റെ പൃഷ്ഠത്തിൽ താങ്ങി. വീണ്ടും മഥനം പുരോഗമിക്കുമ്പോൾ ഐശ്വര്യപൂർണമായ അനേകം വസ്തുക്കൾ സമുദ്രത്തിൽ നിന്നുയർന്നു. എന്നാൽ അതിനിടയിൽ ഹലാഹലം അഥവാ കാളകൂടം എന്ന ഘോരവിഷവും ഉയർന്നുവന്നു. ഈ വിഷത്തിന് പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. കാളകൂടത്തിന്റെ ചൂടിൽ സമുദ്രം തിളയ്ക്കാൻ തുടങ്ങി. വായുവിൽ വിഷപുക നിറഞ്ഞു. ജീവജാലങ്ങൾ ഭീതിയിലായി. അമൃതം തേടി ആരംഭിച്ച മഥനം അപ്പോൾ ലോകാന്ത്യത്തിന് കാരണമായി മാറുകയായിരുന്നു. ദേവന്മാർ ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഈ ഘോരവിഷത്തെ ഒരാൾ സ്വയം ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ മാത്രമേ ലോകത്തെ സംരക്ഷിക്കാനാകൂ എന്നും അതിന് മഹാദേവനായ ശിവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ബ്രഹ്മദേവൻ അറിയിച്ചു. തുടർന്ന് ഏവരും മഹാദേവനെ പ്രാർത്ഥിച്ചു. മഹാദേവൻ പാർവതീദേവിയോടൊപ്പം അവിടെ പ്രത്യക്ഷനായി ലോകനന്മക്കായി കാളകൂടവിഷം പാനം ചെയ്തു. ഇത് കണ്ടു ഭയന്ന പാർവതീദേവി വിഷം ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ചു. അതേസമയം വിഷം പുറത്തേക്ക് വന്നാൽ ലോകം നശിക്കും എന്നതിനാൽ മഹാവിഷ്ണു മഹാദേവന്റെ വായും അടച്ചുപിടിച്ചു. അങ്ങനെ വിഷത്തിന് മുകളിലേക്കോ താഴേക്കോ പോകാനാകാതെ കണ്ഠത്തിൽ തന്നെ തങ്ങി. വിഷത്തിന്റെ കാഠിന്യത്താൽ ഭഗവാന്റെ കണ്ഠം നീലനിറമായി. ഇതിനാലാണ് ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. മഹാദേവന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതീദേവിയും മറ്റ് ദേവന്മാരും പ്രാർത്ഥിച്ച ഈ ദിനമാണ് ഇന്നും ശിവരാത്രിയായി ആചരിക്കുന്നത്. ശിവപാർവതിമാരുടെ വിവാഹം നടന്ന രാത്രിയാണ് ശിവരാത്രി എന്ന മറ്റൊരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട്. ദേവന്മാർക്ക് അമൃത് ലഭിക്കുവാൻ തടസ്സമായ കാളകൂടവിഷം മഹാദേവൻ എങ്ങനെ സ്വയം ഏറ്റെടുത്ത് ലോകത്തെ രക്ഷിച്ചുവോ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മഹാദേവനെ ഭജിക്കുന്നതിലൂടെയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെയും മാറുമെന്നതാണ് വിശ്വാസം. ശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? മഹാവ്രതം എന്നറിയപ്പെടുന്ന മഹാശിവരാത്രി വ്രതം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അനുഷ്ഠിക്കുന്നത്. ഈ വ്രതം സകല പാപങ്ങളും നശിപ്പിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുകയും ചെയ്യുമെന്ന വിശ്വാസമുണ്ട്. ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം ഒഴിവാക്കണം. പകലുറക്കം, എണ്ണ തേച്ചു കുളിക്കൽ, തലേന്നത്തെ ഭക്ഷണം കഴിക്കൽ എന്നിവ ഒഴിവാക്കണം. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ശിവക്ഷേത്ര ദർശനം നടത്തുക. നിർമാല്യ ദർശനം അത്യുത്തമം. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അഭികാമ്യം. അതിന് സാധിക്കാത്തവർ ക്ഷേത്രനേദ്യമോ കരിക്കിൻ വെള്ളമോ ചെറുപഴമോ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. ആരോഗ്യകാരണങ്ങളാൽ ഉപവാസം സാധിക്കാത്തവർ ഒരിക്കലോടെ വ്രതം അനുഷ്ഠിക്കാം. അമിത ഭക്ഷണം പാടില്ല. അന്നേ ദിവസം ദാനം, പ്രത്യേകിച്ച് അന്നദാനം ശിവപ്രീതിക്കായി ഉത്തമമാണ്. കഴിയുന്നത്ര പഞ്ചാക്ഷരി ജപിക്കുക. രാത്രി പൂർണ്ണമായും ജാഗരണം പാലിക്കണം. പിറ്റേന്ന് അതിരാവിലെ കുളിച്ച് ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ച് പാരണ വീടാം. ശേഷം പകലുറക്കം പാടില്ല. ശിവരാത്രി ദിനത്തിൽ ഭക്തിയോടെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കും എന്നാണ് വിശ്വാസം. ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളും ക്ഷേത്രവിശേഷങ്ങളും അറിയാൻ ക്ഷേത്രവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.